ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ത്രയംബകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശ്രീമൻ മഹാദേവായ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒപ്പം എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ. മഹാശിവരാത്രി ഇന്ത്യ മുഴുവൻ അതിഗംഭീരമായി ഉദ്ഘോഷിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ്. നമുക്ക് തോന്നുന്നതല്ല, വസ്തുത ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ആരുടെ ക്ഷേത്രങ്ങളാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരമശിവൻ്റേതാണ്, ശിവക്ഷേത്രങ്ങളാണ്. നമ്മൾ സംഖ്യ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ ആരുടേതാണ്? മഹാക്ഷേത്രങ്ങൾ എടുക്കുകയാണെങ്കിലും അത് പരമശിവൻ്റേതാണെന്ന്, ശിവക്ഷേത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ. ഭക്തന്മാരുടെ കണക്ക് നോക്കുമ്പോഴും ശിവഭക്തന്മാരാണ് ഏറ്റവും കൂടുതൽ എന്നാണ്. ശിവൻ എല്ലാവരുടെയും ഗുരുവാണ്. ശിവനെ വാസ്തവത്തിൽ നമ്മുടെ ഈ സൗത്തില് ശിവഭക്തന്മാർ കുറച്ച് എണ്ണത്തിൽ കുറവായിരിക്കാം നോക്കുമ്പോൾ. വിഷ്ണു ഭക്തരാണ് ഈ സൗത്തിലേക്ക് കുറച്ച് കൂടുക, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ. എന്നാലും അത് ശിവഭക്തന്മാർക്ക് കുറവൊന്നുമില്ല. ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഈ ശിവൻ, വിഷ്ണു, ഗാണപത്യൻ, ശാക്തേയൻ എന്ന് പറഞ്ഞ വേർതിരിവുകളൊന്നും ഉള്ള ഒരു സ്ഥലമല്ല ഇത്. പക്ഷെ മറ്റ് പല സ്ഥലങ്ങളിലും അത് വളരെ പ്രകടവുമാണ്. എന്തായാലും ശിവൻ എല്ലാവർക്കും ആരാധ്യനാണ്. ശിവന് മാത്രം അവകാശപ്പെട്ട, അല്ലെങ്കിൽ ശിവനിൽ മാത്രം കാണുന്ന ഒരു നാമാവലി, ശിവനെ ഈ രുദ്രം കൊണ്ടും ചമകം കൊണ്ടും കീർത്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരു വിശേഷപ്പെട്ട നാമം കേൾക്കാം. തസ്കരാണാം പതയേ നമഃ എന്നാണ്. തസ്കരാണാം പതയേ നമഃ എന്ന് പറഞ്ഞാൽ തസ്കരന്മാർക്കും പതിയായിട്ടുള്ളവനാണ് അങ്ങ്. തസ്കരൻ എന്ന് പറഞ്ഞാൽ കള്ളൻ, അറിയാലോ. അപ്പൊ തസ്കരന്മാർക്കും ആരാധ്യനാണ്, സ്വീകാര്യനാണ്, അവരും അങ്ങയെ ഉപാസിക്കുന്നു എന്ന്. അപ്പോൾ ഏത് കാട്ടുകള്ളനും ശിവൻ ആരാധ്യനാണ്. അതുകൊണ്ടാണ് രാവണൻ ശിവന്റെ ശിവഭക്തരിൽ പ്രമുഖനാണ് രാവണൻ. ഏതായാലും ശിവരാത്രി ആഘോഷിക്കുന്നു നമ്മുടെ നാട് മുഴുവൻ. അപ്പം ഈ വേളയിൽ കുറച്ച് ശിവചിന്ത നമുക്ക് ചെയ്യാം. പലർക്കും ഈ ശിവരാത്രിയുടെ ഐതിഹ്യം, അല്ലെങ്കിൽ അതിൽ എന്താണ് പുരാണത്തിൽ ശിവരാത്രിക്ക് പ്രാധാന്യം വന്നതിൻ്റെ പിറകിലെ കഥ എന്താണ് എന്നറിയാനുള്ള ഔത്സുക്യമുണ്ട്. ഒരുപാട് പേര് അത് ആവശ്യപ്പെട്ടു. സാധാരണഗതിയിൽ ഈ കഥകൾ കൂടുതൽ പറഞ്ഞു പോകുന്ന ഒരു കഥകളാണ് നമുക്കിഷ്ടപ്പെട്ട കാര്യമാണ്. കഥകൾ പറയാറുണ്ട്, കഥയിലൂടെയാണ് കാര്യം പറയുക. എങ്കിലും പുരാണ കഥകൾ അധികം അതിനെ അങ്ങനെ വിസ്തരിക്കാറ് പതിവില്ലാത്തതാണ്. ഏതായാലും ഈ ശിവപുരാണത്തിൽ ഈ അതിമനോഹരമായി ഈ ശിവരാത്രിക്ക് കാരണമായിട്ടുള്ള നിദാനമായ കഥ പറയുന്നുണ്ട്. അതിഗംഭീരമായിട്ടാണ് ശിവപുരാണം. ഭയങ്കര നറേഷനാണ്. പുരാണങ്ങളെല്ലാം അങ്ങനെയാണ്. നമ്മൾ അതിലെ യുക്തി കൊണ്ടുവരുന്ന സമയത്ത് അതാകെ ഒരു പ്രശ്നത്തിലാവും. അതിൻ്റെ ആവശ്യമില്ല.
കാരണം അതിൻ്റെ ആ നറേഷനൊക്കെ അതിഗംഭീരമാണ്. നമ്മളതിനെ പലപ്പോഴും ഈ ചരിത്രത്തിൻ്റെ ഭാഗമൊക്കെ ആക്കി നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിന് കുഴപ്പമുണ്ടാവുക. പക്ഷേ അതിൻ്റെ പിറകിലെ തത്വത്തെ നമ്മൾ സ്വീകരിക്കുകയും വേണം. അല്ലാതെ വരുമ്പോൾ അത് വെറും ഒരു പൊട്ടക്കഥയൊക്കെ ആയിട്ട് മാറും. ഏതായാലും ശിവപുരാണത്തിൽ കഥ പറയുന്നത് ഈ മഹാവിഷ്ണു മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ പാൽക്കടലിൽ ഇങ്ങനെ അനന്തശയനത്തിലിരിക്കുന്ന മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിനെ വേണമെങ്കിൽ നമുക്കങ്ങനെ സങ്കല്പിക്കാം. മറ്റ് പ്രപഞ്ചത്തിൽ യാതൊന്നുമില്ല. അങ്ങനെ പാൽക്കടലിൽ പള്ളി കൊള്ളുന്ന മഹാവിഷ്ണു. ആ മഹാവിഷ്ണു മാത്രമേ ഉള്ളൂ, സൃഷ്ടിയൊന്നും നടന്നിട്ടില്ല. അങ്ങനെയുള്ള ആ മഹാവിഷ്ണുവിൻ്റെ നാഭി ഒരു താമരയുടെ തണ്ടായി, അതിലൊരു പത്മം, താമര പ്രകടമായി. അങ്ങനെ ആ താമരയിൽ, മഹാവിഷ്ണുവിൻ്റെ നാഭിയിൽ നിന്ന് പുറപ്പെട്ട താമരയിൽ ബ്രഹ്മാവ് ജനിച്ചു. അപ്പോൾ ബ്രഹ്മാവ് ജനിച്ചു. അപ്പം ബ്രഹ്മാവ് ചുറ്റും നോക്കിയപ്പോൾ ബ്രഹ്മാവിന് കാണാനുള്ളത് വിഷ്ണുവിനെ മാത്രമാണ്. വളരെ പ്രസിദ്ധമായിട്ടുള്ള മന്ത്രമുണ്ട്. ജലേ വിഷ്ണു, സ്ഥലേ വിഷ്ണു, വിഷ്ണുരാകാശമുച്യതേ, സർവം വിഷ്ണുമയം ജഗത്. എവിടെ നോക്കിയാലും വിഷ്ണുവിനെ മാത്രമേ കാണാനുള്ളൂ, കാരണം വേറെ ഒന്നുമില്ല. അപ്പോൾ ബ്രഹ്മാവ് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പോൾ വിഷ്ണു ഉത്തരം പറഞ്ഞു, ഞാൻ അങ്ങയുടെ പിതാവാണ്. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഞാൻ നിന്റെ അച്ഛനാണടാ എന്ന് പറയുന്നത് പോലെ അങ്ങയുടെ പിതാവാണ് ഞാൻ. വിഷ്ണുവാണ്. മൂപ്പർക്ക് പിടിച്ചില്ല ബ്രഹ്മാവിന്. ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മാവ് തൻ്റെ നീരസം പ്രകടിപ്പിച്ചു. വിഷ്ണു ശാന്തനാക്കാൻ ശ്രമിച്ചെങ്കിലും സംഗതി നടന്നില്ല. ചുരുക്കി പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ ആദ്യത്തെ വാഗ്വാദവും അസ്വാരസ്യവും അതിനെ തുടർന്നുള്ള യുദ്ധവും ആരംഭിക്കും. വേണമെങ്കിൽ നമുക്ക് പറയാം ആദ്യത്തെ യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാം. ഇവർ രണ്ടുപേരില്ല. അപ്പോൾ ഈ പറഞ്ഞ ബ്രഹ്മാവ് മൂപ്പരയിലെ ആദ്യത്തെ ആയുധം ഉപയോഗിച്ചു, ബ്രഹ്മാസ്ത്രം. ഈ ബ്രഹ്മാസ്ത്രം എടുത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് വിഷ്ണു തടയുന്നുണ്ട്. മോനെ അത് താഴെ വയ്ക്കുന്നു, കത്തി താഴെ ഇടറ എന്ന് പറഞ്ഞതുപോലെ താഴെ വയ്ക്കാൻ പറയുന്നുണ്ട്. അച്ഛനാ പറയുന്നത്, മൂപ്പരനുസരിച്ചില്ല എന്നാ. എടുത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ആ ബ്രഹ്മാസ്ത്രത്തെ അതിന് കൗണ്ടറായിട്ട്, അതിനെ പ്രതിയോഗിക്കാൻ വേണ്ടിയിട്ട്, അതിന് പ്രതിരോധം തീർക്കാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു പാശുപതാസ്ത്രം എടുത്ത് പ്രയോഗിച്ചു. അപ്പൊ ഈ പാശുപതാസ്ത്രം ബ്രഹ്മാസ്ത്രത്തെ അതിന് തടയാൻ സാധിച്ചു. മാത്രമല്ല, ഈ പാശുപതാസ്ത്രം കറങ്ങാൻ തുടങ്ങി, ലോകം മുഴുവൻ ചുറ്റാൻ തുടങ്ങി. ഇതിനെ ഉപസംഹരിക്കാൻ മഹാവിഷ്ണുവിനും ആയില്ല, ബ്രഹ്മാവിനും ആയില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഇതിനെ ഉപസംഹരിക്കേണ്ടത്, ഇതിനെ പടച്ചു വിട്ടു എന്നുള്ളതാണ് യുദ്ധത്തിൽ തുടങ്ങിയത്. ഈ യുദ്ധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം ഇതാണ്. ഇത് പ്രയോഗിച്ച് അവസാനം ഇതിനെ ഉപസംഹരിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റാത്തൊരു ദുരവസ്ഥയുണ്ട്. ഏതായാലും അങ്ങനെ ഇത് എങ്ങനെ ഉപസംഹരിക്കുമെന്നുള്ള ഒരു വല്ലാത്ത
സങ്കടത്തിലായി ഇവർ രണ്ടുപേരും. ആ സമയത്താണ് ഇവരുടെ ഇടയിലേക്ക് ശിവലിംഗം ആവിർഭൂതമാകുന്നത്. ശിവലിംഗം പ്രകടമായി. അപ്പം ഈ ശിവലിംഗം പ്രകടമായപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇതിൻ്റെ ഒരു ഐഡിയ കിട്ടിയില്ല, ഇതെന്താണ്. ബ്രഹ്മാവ് ഇതിൻ്റെ മുകൾ ഭാഗം, ഇതിൻ്റെ അറ്റം നോക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. മൂപ്പര് മുകളിലേക്ക് പോയി. വിഷ്ണു ആണെങ്കിൽ ഇതിൻ്റെ അടിഭാഗം, കീഴ്ഭാഗം പരിശോധിക്കാൻ വേണ്ടി താഴേക്കും പോയി. ഇങ്ങനെ ഇവർ ഇതിൻ്റെ രണ്ടറ്റം, തുടക്കവും ഒടുക്കവും എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഇവർ രണ്ടുപേരും, ഒരാൾ മുകളിലേക്കും ഒരാൾ താഴേക്കും പോയി. ഈ പോയത് മിച്ചം എന്നല്ലാതെ പോയി 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 മുകളിലേക്ക് ഒരാൾ എത്ര പോയോ അത്രയും താഴേക്കും പോയി. അവസാനം രണ്ടുപേരും യഥാസ്ഥാനത്ത് തിരിച്ചെത്തി. അപ്പോഴേക്കും പരമശിവൻ അവിടെ പ്രത്യക്ഷനാണ്. പാശുപതാസ്ത്രത്തെ പരമശിവൻ ഉപസംഹരിച്ചു. എന്നിട്ട് പരമശിവൻ ഒരു മീഡിയേറ്ററായി രണ്ടുപേരെയും ശാന്തരാക്കി. പ്രപഞ്ചത്തിൻ്റെ രഹസ്യത്തെ, സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും ഉപസംഹാരത്തിൻ്റെയും രഹസ്യത്തെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആ പ്രത്യേകത ഉള്ള ആ ദിവസത്തെ കുറിക്കുന്നതാണ് ശിവരാത്രി. അങ്ങനെ ആ ശിവരാത്രി വ്രതം നോൽക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ചിരപുരാതനമായിട്ട് നിന്നു പോകുന്നുണ്ട്. അപ്പോൾ വലിയ എന്താ പറയുക, ശിവലിംഗം അതെന്താണ് ലിംഗം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ അടയാളം എന്നാണ്. ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളം, അത് സൂചിപ്പിക്കുന്നതാണ്. നമ്മുടെ ഭാരതത്തിൽ ക്ഷേത്രങ്ങൾ രണ്ട് പ്രകാരത്തിലുള്ള ലിംഗങ്ങളുണ്ട്. ലിംഗങ്ങളെ പറയുമ്പോൾ ഒന്ന് അചലമായിട്ടുള്ള, സ്ഥിരമായിട്ടുള്ളത് എന്ന് പറയുന്നതാണ്. ഒന്ന് സ്ഥാവരവും മറ്റേത് ജംഗമവുമാണ്. ഇളകുന്നതും ഇളകാത്തതും, അങ്ങനെയാണ് അതിനെ അടയാളപ്പെടുത്തുക. ഏതാണ് ഇളകുന്ന ലിംഗങ്ങൾ? ഇളകുക എന്ന് പറഞ്ഞാൽ നമ്മൾ പിടിച്ചിളക്കുക എന്നുള്ളതല്ല. അതായത് സ്വയംഭൂവായിട്ടുള്ളത് ഏതൊക്കെയാണോ അതൊക്കെ ഇളകാത്തതാണ്, അചലമായിട്ടുള്ളതാണ്. ഇപ്പോൾ കേദാർനാഥിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠ നമ്മൾ കാണില്ല. കേദാർനാഥ്, ഹിമാലയത്തിലെ കേദാർനാഥ് ക്ഷേത്രത്തിൽ പോയിട്ടുള്ളവർക്കറിയാം. അവിടെ ഒരു ശിവലിംഗത്തിൻ്റെ പ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് അവിടെ ഒരു ശിലയാണ്. അതിന് പ്രത്യേക ഷേപ്പൊന്നുമില്ല. അതൊരു നമ്മൾ കാണുന്ന ഒരു ശില, വലിയൊരു ശില. അത് ഉയർന്നു നിൽക്കുന്ന ശിലയല്ല. അതൊരു എന്താ പറയുക, അങ്ങനെ ഷേപ്പൊന്നുമില്ല. അങ്ങനെയുള്ള സ്വയംഭൂവായിട്ടുള്ള, പിന്നീട് അവിടെ ക്ഷേത്രങ്ങൾ വരുന്ന ശിവക്ഷേത്രങ്ങളുണ്ട്, കേന്ദ്രങ്ങളുണ്ട്. അങ്ങനെ പലതുമുണ്ട്. ഉദാഹരണം പ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തെ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. മറ്റത് ലോഹത്തിലോ കല്ലിലോ അതുപോലെ മരത്തിലോ ഒക്കെ തീർക്കുന്നതുണ്ട്. അതിനെയാണ് ഇളകുന്നത് എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടാണെങ്കിലും അതിൽ തന്നെ ഈ നമ്മുടെ തച്ചുശാസ്ത്ര പ്രകാരം അല്ലെങ്കിൽ അതിനൊക്കെ ചില കണക്കുകളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. പുരുഷശിലയിലാണ് ആ ശിവലിംഗം കൊത്തിയെടുക്കുന്നത്. സ്ത്രീശിലയിലാണ് അതിൻ്റെ പീഠം, യോനി ഭാഗം, ആ പീഠം, പീഠം എന്നാണ് പറയുക. യോനി സങ്കല്പത്തിലാണ്. ഒന്ന് പുരുഷന്റെ ലിംഗമാണെങ്കിൽ മറ്റേത് സ്ത്രീയുടെ യോനിയാണ്. അങ്ങനെയാണ് അതിനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? ഇതിനെ സൂചിപ്പിക്കുന്നത്? ലിംഗം എന്നുള്ളതിന് മഹാഭാരത പലയിടത്തുണ്ട്, രാമായണത്തിലുണ്ട്. എന്താണ് ലിംഗം എന്ന് പറഞ്ഞാൽ? അഹങ്കാരശ്ച ബുദ്ധിശ്ച
പഞ്ചപ്രാണേന്ദ്രിയാണിച്ച് ലിംഗമിത്യുച്യതേ പ്രാജ്ഞൈഹി ജന്മമൃത്യു സുഖാദിമത്. ഇതാണ് അഹങ്കാരശ്ച ബുദ്ധിശ്ച പഞ്ചപ്രാണേന്ദ്രിയാണിച്ച്. അഹങ്കാരം, ഇതാണ് അഹങ്കാരം. നമ്മൾ മലയാളത്തിൽ പറയുന്ന അഹങ്കാരി, ഈഗോ എന്ന് പറയുന്നതല്ല. അഹം കർത്ത അഹം ഭോക്ത ഇതി അഹങ്കാര. നമുക്ക് ഓരോരുത്തർക്കുള്ളതാ. ഞാൻ ചെയ്യുന്നവൻ, ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു. ഇങ്ങനെ ഞാനിനെ ഭൂതവും വർത്തമാനവും ഭാവിയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. വർത്തമാനത്തിൽ ഞാൻ കണ്ടിരുന്നു, ഞാൻ കാണും, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കേൾക്കും, അങ്ങനെ പറയില്ലേ? ഭൂതവും വർത്തമാനവും ഭാവിയും. അതിലാരുണ്ട്? ഞാനുണ്ട്. അതിനെയാണ് ഇവിടെ അഹങ്കാരം എന്ന് പറയുന്നത്. അഹങ്കാരശ്ച. അതുപോലെ തന്നെ എന്താണ്? ബുദ്ധിശ്ച. ബുദ്ധി നിശ്ചയാത്മിക, നമുക്ക് ഉറപ്പ് തരുന്നത്, ഇളക്കമില്ലാതെ സംശയമില്ലാതെ നമ്മെ ഉറപ്പിക്കുന്ന അവസ്ഥയാണ് ബുദ്ധി. മനസ്സ് ചഞ്ചലാത്മിക, ഇളകിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഈ നമ്മൾ വേദാന്തം പഠനം നടത്തുന്ന സമയത്ത് അതിനെയൊക്കെ വിസ്തരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പം സാമാന്യമായിട്ട് പറഞ്ഞു പോകും. അപ്പം അഹങ്കാരം, ഞാനെന്ന ബോധം, ബുദ്ധി. പഞ്ച പ്രാണേന്ദ്രിയാണിച്ച്, പഞ്ചപ്രാണന്മാരും പഞ്ച ഇന്ദ്രിയങ്ങളും. എന്തൊക്കെയാണ് പഞ്ചപ്രാണന്മാര്? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 5 പ്രാണന്മാരും ആ പ്രാണവൃത്തികളും. അതുപോലെ പഞ്ചജ്ഞാനേന്ദ്രിയാണിച്ച്, ജ്ഞാനേന്ദ്രിയങ്ങൾ, നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. ഈ പഞ്ചപ്രാണേന്ദ്രിയങ്ങളും. അതുപോലെ തന്നെ ജന്മ മൃത്യു സുഖാദിമത്. ജന്മം, നമ്മുടെ ജന്മം. അതുപോലെ തന്നെ മരണം. അതുപോലെ സുഖം, നമ്മൾ സുഖിക്കുന്ന സുഖത്തിൻ്റെയും ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും ലിംഗമിത്യുച്യതേ പ്രാജ്ഞൈ, പ്രാജ്ഞന്മാരാൽ, ജ്ഞാനികളാൽ പറയപ്പെട്ടിരിക്കുന്നു. ലിംഗം ഇതി ഉച്യതേ, ലിംഗം എന്ന് പറയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ അടയാളത്തെയാണ്, ആ അടയാളത്തിൽ, ആ ലിംഗത്തിൽ എന്തൊക്കെയാണ് സന്നിവേശിപ്പിച്ചിരിക്കുന്നത്? എന്തിൻ്റെ അടയാളമാകുന്നു ഇത്? ഇതിൻ്റെ അടയാളമാണ്. അതുമായി ചേർന്ന് നിൽക്കുന്ന മറ്റു ചില അടയാളങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ശിവൻ സഞ്ചരിക്കുന്ന വാഹനം എന്നത് വളരെ പ്രസിദ്ധമാണ്. നമുക്കറിയാം, വൃഷഭം, കാള. അതിനെ നന്ദി എന്നും പറയും. അപ്പൊ ആരാണ് ശിവൻ? ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളം, ബോധം, ആത്മാ, ചൈതന്യം എന്നൊക്കെയാണ് ശിവൻ. പരമമായ സത്യം ശിവൻ. അതിഗംഭീരാട്ടോ ഇതിൻ്റെ ഈ തത്വം എന്ന് പറയുന്നത്. അപ്പൊ ആ പരമമായ സത്യം, ആ സത്യം പ്രപഞ്ചത്തിൻ്റെ ആധാരം, അത് സഞ്ചരിക്കുന്നത് ഏതിലാണ്? കാളയുടെ പുറത്താണ്. ഈ കൈലാസത്തിൽ പോകുമ്പോൾ നമ്മളൊരിക്കൽ യാക്കിൻ്റെ പുറത്ത് പോയിട്ടുണ്ട്. യാക്കിനെയാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ ശിവന്റെ വാഹനമായിട്ട് പറഞ്ഞത്. യാക്ക്, കാള. യാക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ വൈഫ് ഓർ യാക്ക് എന്ന് ചെറിയ ക്ലാസ്സിൽ അതിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ഒറിജിനൽ നമുക്ക് കാണണമെങ്കിൽ അവിടെ പോകണം. അങ്ങനത്തെ ഭീമാകാരനാണ്. അതിൻ്റെ തൊലി എന്നൊക്കെ, അതിൻ്റെ രോമം എന്നൊക്കെ പറഞ്ഞാൽ ആ രോമത്തിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരുന്നാൽ മതി. പക്ഷെ ഇവൻ തോന്നിയ വഴിക്ക് പോവും. അതിനങ്ങനെ കുതിരയെ നയിക്കുന്ന പോലെയൊന്നും മൂപ്പരെ നയിക്കാനൊന്നും പറ്റില്ല. ഒരു 4 ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്ത് വെച്ച് അതിനെ അങ്ങോട്ട് ടെൻറ്റിന് വേണ്ട സാധനങ്ങളും ഒക്കെ വെച്ച്, ഇന്നും കൈലാസ യാത്രയിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് യാക്ക്.
നമ്മുടെ സേവകനായിട്ട് അവൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതാണ് ശരിക്കും ശിവന്റെ വാഹനമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്. എന്തായാലും അതിന് നമ്മൾ അതിൻ്റെ പുറത്താണ്, ഈ വൃഷഭത്തിൻ്റെ പുറത്താണ്, കാളയുടെ പുറത്താണ് ശിവൻ യാത്ര ചെയ്യുന്നത്. അതെന്താണ്? അത് അതിസുന്ദരമായ, മഹത്തായ, ഗംഭീരമായിട്ടുള്ള ഒരു തത്വചിന്തയാണ്. അതുകൊണ്ടാണ് ഈ തത്വചിന്ത എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ തോന്നിയതുപോലെ പറയല്ല. അതിന് കൃത്യമായിട്ട് ആചാര്യന്മാർ അങ്ങനെ ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് അതിന് വൃഷഭം എന്ന് പേര് നൽകി? അവിടെയാണ് അതിൻ്റെ തത്വചിന്ത. വൃഷഭം എന്ന് പറഞ്ഞാൽ വൃഷം ഭാസയതേ ഇതി വൃഷഭ എന്നാണ്. എന്താണ് വൃഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സത്കർമ്മമാണ്. അപ്പോൾ സത്കർമ്മങ്ങളാൽ ഭാസിക്കുന്ന, പ്രകാശിക്കുന്ന, നല്ല നല്ല ചെയ്തികളാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന മനുഷ്യ ശരീരത്തെയാണ് വൃഷഭം എന്ന് പറയുന്നത്. അപ്പം ആ മനുഷ്യ ശരീരം, ആ മനുഷ്യ ശരീരത്തിലാണ് ആരുടെ യാത്ര? ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരഭൂതമായിരിക്കുന്ന ബോധം, ബ്രഹ്മം, അതിങ്ങനെ യാത്ര ചെയ്യുന്നു. സകല ശരീരങ്ങളിലും അവൻ യാത്ര ചെയ്യുന്നുണ്ട്. അതിൽ മനുഷ്യ ശരീരം ഏറ്റവും വിശേഷപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഭഗവത്പാദര് ജന്തൂനാം നരജന്മ ദുർലഭം എന്ന് പറഞ്ഞത്. ഈ ജന്തുക്കളിൽ നരന്റെ ജന്മം ദുർലഭമാണ്. അപ്പൊ നോക്കൂ, മനുഷ്യ ശരീരമാണ് എന്ത്? ഈ വൃഷഭം. ആ വൃഷഭത്തിന് മറ്റൊരു പേരുണ്ട്, നന്ദി. എന്താ നന്ദി എന്ന് പറഞ്ഞാൽ? നന്ദതീതി നന്ദി എന്ന് പറഞ്ഞാൽ ആനന്ദം അനുഭവിക്കുന്നത്, പരമാനന്ദത്തെ പ്രകടമാക്കുന്നത്, അനുഭവവേദ്യമാക്കുന്നത്. അത് ഈ മനുഷ്യ ശരീരം കൊണ്ടാണ്. ഞാൻ ശിവനാണെന്നറിയും. അതാണ് നന്ദിയുടെ കൊമ്പിൻ്റെ ഇടയിലൂടെ വേണം ശിവനെ നോക്കാൻ എന്ന് പറയുന്നതിൻ്റെ താല്പര്യം. അതാണ് നമ്മുടെ മനുഷ്യ ശരീരം തന്നെയാണ്. അതിമനോഹരമാണ് അതിൻ്റെ ആ എന്താ പറയുക, ആ ഒരു കൽപ്പന. അങ്ങനെ ശിവരാത്രിയിൽ ഉറക്കമൊഴിയുക എന്ന് പറയുന്ന രാത്രി എന്തിൻ്റെ പ്രതീകമാണ്? അസവത്തിൽ അതുകൊണ്ടാണല്ലോ ഗുഡാകേശൻ എന്ന് അർജുനൻ ഒരു പേര് വരുന്നത്. ഭഗവത്ഗീതയിൽ ഗുഡാകേശൻ എന്ന പ്രയോഗം വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഗുഡാകേശൻ എന്ന് പറഞ്ഞാൽ? നിദ്രയെ ജയിച്ചവൻ എന്നാണ് അർജുനൻ. അങ്ങനെയാണ് അർജുനന് പാശുപതാസ്ത്രം കിട്ടുന്നത്, ശിവൻ കൊടുക്കുന്നതാ. പിന്നെ മൂപ്പരുടെ കസ്റ്റഡിയിലായിരുന്നു. ഇത് രഹസ്യ, ഇത് ഈ പറഞ്ഞ വിഷ്ണുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും ഒക്കെ കഥ ഇങ്ങനെയുള്ള തത്വങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ മഹാശിവരാത്രി ഈ പറഞ്ഞ നമ്മിലെ ശിവനെ, അതുകൊണ്ടാണല്ലോ ശങ്കര ഭഗവത്പാദര് ഈ ക്ഷമാപണം നടത്തിയപ്പോൾ ശിവനോട് ക്ഷമാപണം നടത്തിയത്. അത് വളരെ പ്രസിദ്ധമാണ്. അതാണ് നമ്മൾ മനനം ചെയ്യേണ്ടത്. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത് കൽപ്പിതം സ്തുത്യാ നിർവചനീയതാഖില ഗുരോ ദൂരീകൃതായന്മയ വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോ യത്തീർത്ഥയാത്രാധിനാ ക്ഷന്തവ്യം ജഗദീശ തദ്വികലതാം ദോഷത്രയം മത്കൃതം ദോഷത്രയം ക്ഷന്തവ്യം മേ കൃതം, എന്നാൽ ചെയ്യപ്പെട്ട 3 ദോഷങ്ങൾ അങ്ങ് ക്ഷമിക്കണം. എന്താണ്? ശിവന് വാസ്തവത്തിൽ രൂപമുണ്ടോ? ഇല്ല. അടയാളമാണത്, ഇന്നതിൻ്റെ അടയാളമാണ്. അത്
അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് മനസ്സിലാക്കാതെ വരുമ്പോണ്ടല്ലോ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ താല്പര്യം നമുക്ക് പിടികിട്ടിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, പല ഈ ഏടാകൂടങ്ങളും നമ്മിൽ വന്നുപെടും. അപ്പം രൂപമില്ല അങ്ങേക്ക്. ആ രൂപമില്ലാത്ത അങ്ങേക്ക് ഞാൻ എന്തുണ്ടാക്കി? രൂപമുണ്ടാക്കി. ഭഗവാന്റെ രൂപം എന്ന പേരിൽ നമ്മൾ പല രൂപങ്ങൾ ഉണ്ടാക്കി. രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത് കൽപ്പിതം. അങ്ങനെ ഞാൻ അതിനെയൊക്കെ കൽപ്പിച്ച് ധ്യാനിച്ചു. യാതൊരു കൽപ്പനയാൽ രൂപം നൽകി ഇത് അങ്ങയുടെ രൂപമാണെന്ന് പറഞ്ഞ് ഞാൻ കൽപ്പിച്ചു, രൂപധ്യാനം നടത്തി എന്നതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഒന്നാമത്തത്, രൂപം രൂപവിവർജിതസ്യ ഭവതോ ധ്യാനേന യത് കൽപ്പിതം. രണ്ടാമത്തേതോ, സ്തുത്യ അനിർവചനീയതാകില ഗുരോ ദൂരീകൃതായന്മയ. അനിർവചനീയനാണ്, വാക്കുകൾക്ക് വചിക്കാൻ, വാക്കുകളെ കൊണ്ട് കൃത്യമായി പറയാൻ സാധിക്കാത്ത. ഉപനിഷത്തൊക്കെ പറയും, യത് വാച അനഭ്യുദിതം യേന വാഗ് അഭ്യുദ്യതേ തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതിതം ഉപാസതേ. വാക്കുകൾ, യത് വാച അനഭ്യുദിതം, വാക്കുകൾ കൊണ്ട് അതിനെ അടയാളപ്പെടുത്തുക സാധ്യമല്ല. എന്നാൽ വാക്കുകളൊക്കെ ഉണ്ടാകുന്നത് യാതൊന്നുകൊണ്ടോ? അപ്പോൾ ഈ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ഒക്കെ ഉണ്ടാക്കിയിട്ട്, കീർത്തനങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ അങ്ങയെ സ്തുതിച്ചു. ഇതാണ് രണ്ടാമത് ചെയ്തത്. മൂന്നാമത്തതോ, വ്യാപ്തിത്വം ച നിരാകൃതം ഭഗവതോ യത് തീർത്ഥയാത്രാദിന. അങ്ങയുടെ വ്യാപ്തി, നേരത്തെ പറഞ്ഞ മഹാവിഷ്ണു പോയി, ബ്രഹ്മാവ് പോയി, താഴെയും മുകളിലും നോക്കാൻ പോയി, അവർക്ക് നടന്നില്ല. അങ്ങനെ ബ്രഹ്മാവിനും വിഷ്ണുവിനും ഇതിൻ്റെ രണ്ടറ്റം കാണാൻ പറ്റാതെ നിസ്സഹായരായ അങ്ങനെയുള്ള ആ സത്യത്തിന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ തീർത്ഥഘട്ടങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഈശ്വരൻ്റെ തീർത്ഥ കേന്ദ്രങ്ങളാണ്, എന്താ പറയുക, സങ്കേതങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ടോ ഞാൻ അവിടേക്കൊക്കെ യാത്ര നടത്തി. ഞാൻ ഹിമാലയത്തിൽ പോയി, ഗംഗോത്രി, യമുനോത്രി, കേദാർ, ബദരി, കൈലാസം, അയോധ്യ, പുരി, അങ്ങനെയുള്ള പലയിടത്തും പോയിട്ട് ഞാൻ പറഞ്ഞു, ഈ ദൈവത്തിൻ്റെ സങ്കേതങ്ങളിലൊക്കെ ഞാൻ പോയി. 3 അപരാധങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ക്ഷന്തവ്യം ജഗദീശ തദ്വികലതാം ദോഷത്രയം മത്കൃതം. അപ്പൊ ഇത് 3 ഞാൻ ചെയ്ത അപരാധങ്ങളാണെന്ന് പറഞ്ഞാൽ ഇത് 3 തെറ്റാണെന്നല്ല. ഇതാണ് നമ്മൾ കേൾക്കുമ്പോഴേക്കും വിധി എഴുതി കഴിയും. ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയണം, ഇതിലൂടെ നമ്മൾ അതിനെയാണ് അറിയാൻ ശ്രമിക്കുന്നത്, ഇതല്ല. ഇതുകൊണ്ട് തീർന്നു എന്ന് വരില്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമുക്ക് അറിയാതെ വരുമ്പോഴാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഈ പറഞ്ഞ മനസ്സിലാവുന്നില്ലല്ലോ, നമുക്ക് കാര്യം പിടികിട്ടുന്നില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് ബോധിക്കേണ്ടതുണ്ട്. ആ ബോധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ക്ഷമാപണ സ്തോത്രം ശങ്കര ഭഗവത്പാദർ പറയുന്നത്. ഇങ്ങനെ ശിവനെക്കുറിച്ച് അനേകം പുരാണങ്ങളിലും മഹാഭാരതത്തിൽ എന്താ ഈ ധർമ്മപുത്രർക്ക് ഉപദേശം കൊടുക്കുന്ന സമയത്ത് ശിവന്റെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രസമായിട്ടുള്ളതാ ശാന്തിപർവത്തിൽ. അപ്പം ഇങ്ങനെ അനേകമുണ്ട്. ഏതായാലും ഈ ശിവരാത്രി നാളിൽ ഈ ശിവ രഹസ്യം ഞാൻ
ശിവനാണെന്ന്, ശിവോഹം. അതാണല്ലോ നമ്മളെന്താണ് സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ മനോ ബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നച ശ്രോത്ര ജിഹ്വേ നച ഘ്രാണ നേത്രേ നച വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ഞാൻ എന്തല്ല? മനസ്സ്, ബുദ്ധി, പറഞ്ഞതൊന്നുമല്ല. ഇതിൻ്റെയൊക്കെ ആകത്തുകയാണല്ലോ ശരീരം. മനോബുദ്ധി അഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണ നേത്രേ നജ വ്യോമ ഭൂമിർ ന തേജോ ന വായു. ഈ ലിംഗത്തിന്റെ അടയാളമായി പറഞ്ഞ അതിനെയൊക്കെ ഇവിടെ നിഷേധിക്കുന്നു. ഞാൻ ആരാണ്? ശിവോഹം ശിവോഹം. അപ്പൊ ഞാൻ നന്ദിയല്ല, ഞാൻ വൃഷഭമല്ല. ഈ വൃഷഭവും നന്ദി എന്നത് ഞാൻ ശിവനാണെന്ന് അറിയുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ മറ്റൊരു പേരാണ്. അതൊന്ന് ആനന്ദമാണ് ഞാൻ. മറ്റതെന്താണ്? വൃഷഭം. കർമ്മങ്ങളിലൂടെ, സത്കർമ്മങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടുന്നവനാ ഞാൻ. അങ്ങനെ മനോഹരമാണ് ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഈ വിഗ്രഹം എന്ന് പറയുമ്പോഴും വിശേഷേണ തത്വത്തെ ഗ്രഹിപ്പിക്കാൻ അന്വർത്ഥമായത് എന്നർത്ഥം പറഞ്ഞിരിക്കുന്നത്. പ്രതിമ ഇതിനാൽ സമമാക്കിയിരിക്കുന്നു എന്നതുകൊണ്ട് പ്രതിമ. അതൊക്കെ പിടികിട്ടിയാൽ നമുക്ക് ഇതിൻ്റെ രഹസ്യം പിടികിട്ടും. അതുകൊണ്ട് ഈ രഹസ്യം ഇത് ശിവരാത്രിയുടെ സന്ദേശമായി സ്വീകരിക്കുക. ഉറക്കമൊഴിയുക എന്നത്, നിദ്രയെ ജയിക്കുക എന്നത്, അജ്ഞാനത്തെ ജയിക്കുക എന്നതിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള നമ്മുടെ ഒരു ട്രെയിനിങ്ങും കൂടെയാണ്. അങ്ങനെ ജയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. പിന്നെ ജീവിതത്തിൽ നല്ല ഭർത്താവ് ഉണ്ടാവുക, ഭാര്യ ഉണ്ടാവുക, കുട്ടികൾ, അതൊക്കെ നമ്മുടെ എല്ലാവരും ശരി തന്നെയാണെന്നേ. നമ്മുടെ ഭർത്താവും നമ്മുടെ ഭാര്യയും നമ്മുടെ കുട്ടികളും എന്നൊക്കെ പറയുന്ന ഒക്കെ മിടുക്കന്മാരാ, മിടുക്കികളുമാണ്. ചെറിയ ചെറിയ ധാരണാപിശകുകളൊക്കെ ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും വാമദേവൻ്റെ, പരമശിവൻ്റെ നല്ലൊരു ശിവരാത്രി ആശംസകൾ നേർന്നുകൊണ്ട് ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.